ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രം നോക്കി വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് കണക്റ്റ് ആവണമെന്നില്ല. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ചേഞ്ചസ് കൊണ്ടുവരണം എന്നുള്ളൊരാഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പഠിക്കുന്ന സമയത്ത് പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ചിലത് എസ്സേ ടൈപ്പ്, ഇപ്പം നമ്മൾ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് 2 പാരഗ്രാഫ് 3 പാരഗ്രാഫ് അല്ലെങ്കിൽ ഇത്ര വേർഡ്സിൽ എഴുതണം എന്നൊക്കെ ആയിരിക്കും ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നത്. വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ആൻസേഴ്സ് ആയിരിക്കും. എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് വരും, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇപ്പോൾ ഇതിനൊന്നും നമ്മൾ ഓവറായിട്ട് എഴുതേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു വേർഡ് എഴുതി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ആൻസറായി എന്ന് പറഞ്ഞ പോലെയാണ് പലരുടെയും ലൈഫിൽ നമ്മൾ കൊടുക്കുന്ന റെസ്പോൺസ്. സിംഗിൾ വേർഡായിട്ടും പറയും ചില ആൾക്കാർ, ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഓവറായിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പലരുടെ അടുത്തും നോ എന്നൊക്കെ ആൻസർ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വരാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു നെഗറ്റീവ് ആൻസർ എപ്പോഴും നമ്മൾ കൊടുക്കുമ്പോൾ ആൾക്കാരെപ്പോഴും ഒരു ഓവർ എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഞാനും ഇതൊക്കെ കുറേ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരാളുടെ അടുത്ത് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ ഇല്ല എനിക്ക് വരാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ പറ്റില്ല, അല്ലെങ്കിൽ നോ എന്നുള്ള ഒരു ആൻസർ ഒരു 1-2 വാക്കിൽ പറയുന്നതിന് പകരം നമ്മളിതിനെ ഓവറായിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ടിരിക്കും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ ആളിൻ്റെ ഒരു വിശ്വാസം കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓവറായിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എക്സ്പ്ലനേഷൻ കൊണ്ട് പലയിടത്തും നമുക്ക് നമ്മുടെ വാല്യൂ താഴേക്ക് വരികയാണ് ചെയ്യുന്നത്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും ആ വ്യക്തിയുമായിട്ടുള്ള വാല്യൂ ആണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു നോ പറയുമ്പോൾ നോർമലി ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വാല്യൂ തരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ശരി എന്ന് പറയും. പക്ഷെ നമുക്ക് ആ വാല്യൂ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നമ്മളിൽ നിന്ന് മോശമായിട്ട് എന്തെങ്കിലും വിചാരിക്കുമോ, അല്ലെങ്കിൽ ആ വ്യക്തി നമ്മളിൽ നിന്ന് അകന്നു പോകുമോ എന്നുള്ള പേടി കൊണ്ട് നമ്മൾ ഓവറായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്താണ് സാധാരണ രീതിയിൽ ആൻസേഴ്സ് കൊടുക്കുന്നത്. ശരിക്കും എൻ്റെ ഒരു അറിവ് വെച്ചിട്ടും അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും നമ്മൾ അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ വ്യക്തി നമ്മുടെ ലൈഫിൽ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതെങ്ങനെ ആക്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ ഓവർ എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന ആ ഒരു ടൈമിൽ ആ വ്യക്തിക്ക് നമ്മുടെ അടുത്തൊരു ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ് ചെയ്ത പോലെയുള്ള ഒരു ഫീല് നമ്മുടെ അടുത്തോട്ട് വരികയും നമ്മളെ അത് ഓവറായിട്ട് ചൂഷണം ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലുമാണ്. കാരണം ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു നോ പറയുന്നു, അപ്പോൾ ഓക്കെ, കാരണം നമ്മൾക്ക് വാല്യൂ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വാല്യൂ തരുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നോ പറഞ്ഞാലും ആ ഒരു ബന്ധത്തിലൊന്നും വലിയ വിള്ളലില്ലാതെ നമുക്ക് പോകാനായിട്ട് പറ്റും. പക്ഷെ നേരെ മറിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു നോ പറയുന്ന സമയത്ത് നമ്മൾ ഈ ഓവർ എക്സ്പ്ലനേഷൻ കൊടുത്തില്ലെങ്കിലും ആ വ്യക്തി കുഴപ്പമില്ലാതെ കുഴപ്പമില്ല ഓക്കെ ശരി എന്ന് പറയും. അപ്പം നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. പക്ഷെ പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ, കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും മോശമായിട്ട് വിചാരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഓവറായിട്ട് ഇങ്ങനെ എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ വാല്യൂ കുറയ്ക്കുന്ന ഒരു പ്രാക്ടീസാണ്. ഒരിക്കലും ഇതിങ്ങനെ നിങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പെട്ടെന്ന് ഇത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് ഇത് ഫോം ചെയ്തതാണ്. കാരണം നമുക്കിത് റെഗുലറായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുന്നതുകൊണ്ട് നമ്മുടെ ലൈഫിൽ പെട്ടെന്നൊരു ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പറ്റിയെന്ന് വരില്ല. അപ്പം ഞാനും എൻ്റെ റിപ്ലൈസ് ഞാൻ വാട്സപ്പിൽ കൊടുക്കുന്നത്, അപ്പോൾ വാട്സപ്പിലൊക്കെ ആകുമ്പോൾ നമുക്ക് വോയിസ് സെൻഡ് ചെയ്യുന്നതിന് മുന്നേ വരെയും നമ്മുടെ കയ്യിലാണ് അതിൻ്റെ കൺട്രോൾ വരുന്നത്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം, വീണ്ടും ഒന്നും കൂടെ റെക്കോർഡ് ചെയ്ത് നമുക്ക് ആ വോയിസ് റിപ്ലൈ ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ പാറ്റേൺസ് കുറേ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്, പല കാര്യങ്ങളിലും ഞാൻ കുറച്ച് വേർഡ്സിൽ പറയുന്നതിനേക്കാളും ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഒരു വാക്ക് 1-2 വാക്കിൽ അല്ലെങ്കിൽ 1 മിനിറ്റിൽ താഴെ വരുന്നൊരു കാര്യം പറയാനായിട്ട് ചിലപ്പോൾ ഒരു 2-5 മിനിറ്റൊക്കെ ഞാൻ ഈ ആളിന് റിപ്ലൈ കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെ ഒന്ന് ലിമിറ്റ് ചെയ്യാനായിട്ട് നോക്കി. ഇപ്പോഴും ഞാനത് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞാൻ വോയിസ് ഇടുമ്പോൾ അല്ലെങ്കിൽ ഒരു വാക്ക് ഒരാളുടെ അടുത്ത് പറയുമ്പോൾ അത് മനസ്സിലാദ്യം ഓർക്കും. ആ ഒരു സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന പോലെ ഞാൻ ഈ കാര്യം ഓർക്കും. ഓർത്തതിന് ശേഷം പിന്നെ ആയിരിക്കും ഞാൻ റിപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ ഈ റിപ്ലൈ കൊടുക്കുമ്പോൾ ഞാനിപ്പോഴും ചില വോയിസുകളൊക്കെ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതായിട്ട് ആ ഒരു ഹാബിറ്റ് അവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു പാറ്റേൺ അങ്ങനെ ആയതുകൊണ്ട് അതിങ്ങനെ കയറി പോകുന്നതായിട്ട് തോന്നും. പക്ഷേ ഞാനവിടെ സ്റ്റക്കായിട്ട് പിന്നെ ഒന്നും കൂടെ റീതിങ്ക് ചെയ്ത് പിന്നെ ആ ഒരു വേർഡ്സൊക്കെ കുറച്ച് റിപ്ലൈ കൊടുക്കാനായിട്ട് നോക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തത് കൊണ്ട് എൻ്റെ ലൈഫിൽ വന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് കുറച്ചും കൂടെ ബന്ധങ്ങളെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നിലനിർത്താൻ പറ്റി. ഫേക്കായിട്ടുള്ള ബന്ധങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയാനുള്ളൊരു കഴിവ് എനിക്ക് കിട്ടിയതുപോലെയായി. കാരണം ഞാൻ നേരത്തെ ഈ പറഞ്ഞ പോലെ
നമ്മൾ ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മളുടെ ആ ഒരു വ്യക്തിയും നമ്മുടെ ലൈഫിൽ വാല്യുബിൾ ആണ്. വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലി എക്സ്ചേഞ്ച് ചെയ്യേണ്ട ഒരു സാധനമാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു റെസ്പെക്റ്റ്ഫുൾ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് പറഞ്ഞാലും അവർ നമ്മുടെ ലൈഫിലേക്ക് വന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം ഇതൊരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി പോലെ നമുക്ക് ആക്ട് ചെയ്യും. നേരെ മറിച്ച് നമ്മളിവിടെ ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ചില ആൾക്കാർ സത്യം ഇട്ടാലേ അത് വിശ്വസിക്കൂ. നീ നിൻ്റെ അമ്മയെ കൊണ്ട് സത്യം ചെയ്യും, അല്ലെങ്കിൽ നിൻ്റെ അച്ഛനെ കൊണ്ട് സത്യം ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ, ദൈവത്തെ കൊണ്ട് സത്യം ചെയ്യും എന്നൊക്കെ പറഞ്ഞ് സത്യം ഇടിയിച്ചാൽ മാത്രം വിശ്വസിക്കുന്ന ചില ആൾക്കാരുണ്ട്. അപ്പം ഞാനിങ്ങനെയുള്ള സിറ്റുവേഷനായിട്ടും വന്നു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ആ സത്യം ഇടാനായിട്ട് പോകില്ല. കാരണം ആ വ്യക്തിക്ക് നമ്മുടെ അടുത്തുള്ള ട്രസ്റ്റ് അവിടെ ഇല്ല എന്നുള്ളതാണ് ഇതിനുള്ള ഒരു ആൻസർ. അല്ലെങ്കിൽ ആ വ്യക്തി അറിയാതെ നമ്മളോട് പറയുന്നത് എനിക്ക് നിന്നെ ട്രസ്റ്റഡ് അല്ല, അല്ലെങ്കിൽ ഞാൻ നിന്നെ ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ ലൈഫിൽ ശ്രദ്ധിച്ചുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ വാല്യൂ ഉള്ളൊരു പേഴ്സണായിട്ട് മാറാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഇത് ഞാൻ ഒറ്റ ടേക്കിലെടുത്ത് പോകുന്നതുകൊണ്ട് ചിലപ്പോൾ സ്പീഡ് കൂടി പോവാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വാല്യുബിൾ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാക്ടീസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ കുറച്ച് കൊണ്ടുവരിക. കാരണം ഇതിൽ നമ്മുടെ വാല്യൂ കുറയ്ക്കുന്ന ഒരു രീതിയാണ് ഈ ഓവർ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് തന്നെ. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ ഈ വീഡിയോ കാണുന്ന പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പോകുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്, അല്ലെങ്കിൽ ഈ വീഡിയോസ് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജും ഒരു ഉദ്ദേശം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിനെ കുറച്ചും കൂടെ ബെറ്ററായിട്ട് കൊണ്ടുവരാനായിട്ടുള്ളൊരു ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനും ചെയ്യുന്ന പ്രാക്ടീസുകളാണ് ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നത്. ഡിസ്ട്രാക്ഷൻസ് ഒക്കെ കുറയ്ക്കാനുള്ള ഒരു മെത്തേഡ്സ്, ടൈം മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ട് നമുക്കൊരു ദിവസത്തെ എങ്ങനെ ഡിസൈൻ ചെയ്യാം, ഇങ്ങനെയുള്ള പേഴ്സണൽ ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റുകളാണ് ഞാൻ ഇതിനകത്ത് കൂടുതലും ചെയ്യുന്നത്. ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രം നോക്കി വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് കണക്റ്റ് ആവണമെന്നില്ല. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ചേഞ്ചസ് കൊണ്ടുവരണം എന്നുള്ളൊരാഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ